ഹേ ഗായ്സ്, ഞാൻ പിന്നെ വന്നു. വോട്ടിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു നോമിനേറ്റിംഗ് ബാക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും 2008 റൊണാൾഡോയും തൊലിച്ചു വെച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്നിട്ടുള്ള പുതിയ നോമിനേറ്റിംഗ് ബാക്കാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, സിഗ്നേച്ചർ ഗോൾ സെലിബ്രേഷൻസ്. അപ്പോൾ എങ്ങനെയാ, വീഡിയോയിലേക്ക് പോകാമല്ലേ? സത്യത്തിൽ കൊണാമി തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാക്കി, കൊണാമി തന്നെ കൊണ്ടുവരുന്ന പാക്കാണ്ട് അത്യാവശ്യം നല്ല കാർഡ്സ് ഒന്നും ഞാൻ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണുകയാണെങ്കിൽ നമ്മൾ ടോപ്പായിട്ട് യൂസ് ചെയ്യുന്ന പല കാർഡ്സും ഈ ഒരു പാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്നവർക്ക് പലർക്കും ഇതിൽ ഏത് കാർഡ് സെലക്ട് ചെയ്യണം എന്നുള്ള നല്ല കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ ആ കൺഫ്യൂഷനൊക്കെ മാറ്റിത്തരാൻ പോവാണ്. അപ്പം നമുക്ക് 4 സ്റ്റാർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാർഡ് ആവോ ടനാക്കയുടെ ഈ ഒരു ആങ്കർമാൻ കാർഡാണ്. അത്യാവശ്യം ഡീസൻറ്റ് സ്റ്റാറ്റ്സും അതിനനുസരിച്ചുള്ള സ്കിൽസും ഒരു 4 സ്റ്റാർ ആയിട്ടും കൂടി ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. വീക്ക് ഫുട്ടൊക്കെ അത്യാവശ്യം കുറവാണെങ്കിലും നിങ്ങൾക്ക് മിഡ് കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ്. ഫിസിക്കലി അത്ര ഡോമിനൻ്റ് അല്ല, ഒരു 4 സ്റ്റാറിന് നിൽക്കുന്ന അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും ജാപ്പനീസ് പ്ലെയർ ആയതുകൊണ്ട് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കാർഡിനെ കൊണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഇംഗ്ലീഷ് ലീഗ് ഇവൻ്റൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇസ്മായിൽ സൈബരിയുടെ ഈ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കർ കാർഡാണ്. ഇത് ആക്ച്വലി എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വീക്ക് ഫുട്ട് ആക്യുറസിയും യൂസേജും ഒക്കെ പക്കയാണ്. അത്യാവശ്യം വേണ്ട സ്കിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെലിബ്രേഷനും അത്യാവശ്യം പൊളിയാണ്. അടുത്തത് നമ്മുടെ ജെർക്സിയുടെ ഈ ഒരു ഡീപ് ലൈൻ ഫോർവേഡ് കാർഡാണ്. മുമ്പ് ഫ്രീ തന്ന കാർഡായിട്ട് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു പ്ലേ സ്റ്റൈൽ യൂസ് ചെയ്യുന്നവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണ്. അത്യാവശ്യം സ്കിൽസ് ഉണ്ട്, വേണ്ടുന്ന സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് പൗലോ ഡിബാലയുടെ ഈ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കർ കാർഡാണ്. കുറച്ച് നാൾ മുമ്പ് നമുക്ക് വന്നിട്ടുള്ള കാർഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ വ്യത്യാസമൊന്നും ഈ ഒരു കാർഡിന് വന്നിട്ടില്ല. പിന്നെ ഈ ഒരു കാർഡിന് അത്യാവശ്യം കേള് കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സ്റ്റാറ്റ്സ് വെച്ചല്ല, ഇൻ ഗെയിമിൽ. പിന്നെ അത്യാവശ്യം സ്കിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രിബിൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കാർഡായതുകൊണ്ടും അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. വീക്ക് ഫുട്ട് കുറവാണ്, അതുകൊണ്ട് ഔട്ട്സൈഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫെറാൻ ടോറസിൻ്റെ ഈ ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡാണ്. മുമ്പ് നമുക്ക് ഫ്രീ ആയിട്ട് വേറൊരു റോമിംഗ് പ്ലാൻ കാർഡ്, അതായത് 2 കാർഡ്സ് ആക്ച്വലി ഫ്രീ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ കാർഡ്സ് തന്നെയാണ് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഫെറാൻ ടോറസിൻ്റെ കാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡിലേക്ക് നോക്കാവുന്നതാണ്. അത്യാവശ്യം സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല എഫക്റ്റീവായിട്ട് വരുന്നൊരു കാർഡാണ്. എനിക്ക് നല്ല രീതിക്ക് ഓൺലൈനിൽ നല്ല സപ്പോർട്ട് വരുന്നൊരു കാർഡാണ്. അത്യാവശ്യം വേണ്ട സ്കിൽസൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെഴ്സി റിട്ടേൺ വല്ലതും വേണമെങ്കിൽ കൊടുക്കാം. അടുത്തത് നമ്മുടെ മോർഗൻ റോസിൻ്റെ ഈ ഒരു ഹോട്ട് പ്ലെയർ കാർഡ്. മുമ്പ് നമുക്ക് ബ്രസീൽ ആൻഡ് ഇംഗ്ലണ്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു ഹോട്ട് പ്ലെയർ കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കാർഡിനേക്കാൾ ബെറ്റർ സ്പീഡ് ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കാർഡ് മോശമാണെന്നല്ല, എന്നാലും കുറച്ചുകൂടെ ക്വിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാർഡ് ചൂസ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ ഹോട്ട് പ്ലെയർ ആയതുകൊണ്ട് തന്നെ അറ്റാക്കിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കിക്കിംഗ് പവർ ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലോത്താരോ മാർട്ടിനസിൻ്റെ ഡീപ് ലൈൻ ഫോർവേഡ് കാർഡാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഗോൾഡ് പൗച്ചറല്ല, പക്ഷേ ഗോൾഡ് പൗച്ചറിൻ്റെ ഏകദേശം ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് ഈ ഒരു കാർഡ് തരുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. എനിക്കും പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട ഷൂട്ടിംഗ് സ്കിൽസും കാര്യങ്ങളും പിന്നെ ക്യാപ്റ്റൻസി ഫൈറ്റൻസി വിസിറ്റ് അതൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡ് കൂടിയാണ് ലോത്താരോ മാർട്ടിനസിൻ്റെ ഈ ഒരു കാർഡ്. അവസാനമായിട്ട് ഈ ഒരു പാക്കിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കോൾ പാമറിൻ്റെ ഈ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കർ കാർഡ്. നേരത്തെ മോർഗൻ റോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇംഗ്ലണ്ട് ബ്രസീൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു കാർഡ് നമുക്ക് കോൾ പാമറിൻ്റെ നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. ആ ഒരു സ്റ്റാറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാർഡാണ് എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നതും. പിന്നെ സെലിബ്രേഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ആ കാർഡിനും ഈ കാർഡിനും സെയിം സെലിബ്രേഷൻ തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു കാർഡ് എടുക്കേണ്ടതിൻ്റെ പോയിന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അഡീഷണൽ സ്കിൽസ് ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഡബിൾ ടച്ച് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയും വരും എന്തായാലും. അപ്പോൾ ആ ഒരു കാർഡ് ഉള്ളവർ ഈ ഒരു കാർഡിലേക്ക് നോക്കണമെന്നില്ല. സോ ഇതാണ് എനിക്ക് മൊത്തത്തിൽ ഈ ഒരു പാക്കിനെ പറ്റി പറയാനുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള പല കാർഡ്സിൻ്റെ പല വേർഷൻസ് നമ്മൾ പലരുടെയും കയ്യിലുണ്ടാവും. അതില്ലാത്തവർ ആ ഒരു കാർഡ്സ് നോക്കിയിട്ട് എടുക്കുക. പിന്നെ സെലിബ്രേഷൻസ് നോക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ മോർഗൻ റോഗസും അതുപോലെ കോൾ പാമറൊക്കെ സെയിം സെലിബ്രേഷൻ തന്നെയാണ് വരുന്നത്. ലോത്താരോ മാർട്ടിനസിൻ്റെ സെലിബ്രേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്കിതിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ
സൽബാരിയുടെ സെലിബ്രേഷൻ ആണ്. ഒട്ടാനാക്കയുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ലിറ്ററലി ബെല്ലിംഗ്ഹാമിന്റെ സെലിബ്രേഷൻ ആണ് താനും. സെർക്സിയുടെ സെലിബ്രേഷനും വലിയ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ പോലെ സൽബാരിയുടെ ആ ഒരു കാർഡ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ചെയ്യുക. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് മോഹൻ റോഗേഴ്സിന്റെ കാർഡായിരിക്കും. കാരണം നല്ലൊരു ഹോൾക്കറിന്റെ കാർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഞാൻ എന്തായാലും അതായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങളുടെ ചോയ്സ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഈ പാക്കിൽ തന്നെ ഇതിലും മികച്ച കാർഡ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. യെൽദിസിന്റെ ഒക്കെ വെറൈറ്റി സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ കൊണാമിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾ വേറെ നല്ല പാക്ക് ഒന്നും റെക്കമെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവര് തന്നെ അവരുടെ ഇഷ്ടത്തിന് ഒരു പാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു പാക്കിനെ കുറിച്ചും ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.